കൊച്ചി തേവര SH കോളേജിലെ 2 വിദ്യാർത്ഥികൾ കളിച്ച ഡാൻസ് 2 ദിവസത്തിനിടെ കണ്ടതേ 50 ലക്ഷത്തിലധികം പേരാണ്. കണ്ണീമ ചിമ്മാതെ നോക്കി നിന്ന് പോകുന്ന ചുവടുകൾ വെച്ച ഗൗരി നന്ദയും അഖിലയും ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുകയാണ്. സഹിന ആന്റണിക്കൊപ്പം ചേരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തേവര SH കോളേജിലാണ്. ഇവിടുത്തെ 2 വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്ന ദൃശ്യം അത് ഇൻസ്റ്റഗ്രാമിൽ 50 ലക്ഷത്തിലധികം ആളുകളാണ് വെറും 2 ദിവസം കൊണ്ട് കണ്ടത്. ആ വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഗൗരി, അഖിൽ. ഇവിടെ ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? ഞാൻ ഇപ്പോൾ PG MCOM ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഗൗരിയോ? ഞാൻ BA ഇംഗ്ലീഷ് ഫൈനൽ ഇയർ ആണ്. എങ്ങനെയാണ് രണ്ടുപേരും ചെറുപ്പം മുതലേ കൂട്ടുകാരാണോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണോ പരിചയം? അല്ലല്ല, ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. ഞാൻ ഡിഗ്രി ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് പാസ് ഔട്ട് ആയപ്പോൾ ആള് ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ പരിചയമുണ്ട്. ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത്? അതെ ആദ്യമായിട്ട് റീല് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം ഇതിന് മുന്നേ, അല്ലാണ്ട് കോളേജിൽ ആദ്യമായിട്ടാണ്. ഇത് എത്ര ഇതിന് മുന്നേ ഇങ്ങനെ മത്സരങ്ങളൊക്കെ നടക്കാറുണ്ടല്ലോ, പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇത്രയധികം ആളുകൾ ഒരു ഡാൻസ് കാണുന്നതെന്ന് തോന്നുന്നു. ഇത് ഒരു ഡാൻസ് ക്ലബ്ബ് ഉണ്ട് ഇവിടെ SHൻ്റെ തന്നെ. അപ്പോൾ ഡാൻസ് ക്ലബ്ബ് നടത്തുന്ന എല്ലാ വർഷവും നടത്തുന്ന ഒരു ഇവൻ്റാണ് ഓപ്പൺ ഫോറം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരു 50 സ്ലോട്ടോളം പിള്ളേർ കളിക്കുന്നുണ്ട്. 50 ഗ്രൂപ്പ്, ഡുവറ്റ്, സിംഗിൾ അങ്ങനെ. അപ്പോൾ അതിലൊന്നായിരുന്നു ഇത്. അങ്ങനെ മുന്നേ ഡാൻസ് പഠിച്ച ആളുകളാണ്? അതെ, രണ്ടുപേരും ചെറുപ്പം തൊട്ട് ക്ലാസിക്കൽ പഠിക്കുന്ന ആൾക്കാരാണ്. കോളേജിൽ വന്നതിന് ശേഷമാണ് കണ്ടംപററി അങ്ങനെ ഒരു സ്റ്റൈൽ. ഇതൊരു കണ്ടംപററി ക്ലാസിക്കൽ മിക്സ് ആണെന്ന് തോന്നുന്നു. അതെ, ക്ലാസിക്കൽ കണ്ടംപററി മിക്സ് ആയത് ഈ സ്റ്റൈല്. എങ്ങനെ കണ്ടിട്ട് ആളുകളൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. നല്ല റെസ്പോൺസസ് ആണ്. പേഴ്സണലി എല്ലാവരും മെസ്സേജ് അയച്ചായിരുന്നു. വളരെ നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. മറ്റെവിടെയെങ്കിലും പ്രൊഫഷണലായിട്ടൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? കലോത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ക്ലാസിക്കൽ ഡാൻസ്, മോണോ ആക്ട്, പിന്നെ മൈം, തിയേറ്റർ ഇവൻ്റ് അങ്ങനെ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഡാൻസുമായിട്ട് മുന്നോട്ട് പോകാനാണ്? ഡാൻസ് എന്തായാലും വിടുന്നില്ല. ഡാൻസായിട്ട് തന്നെ പോകാനാണ്. പിന്നെ ആക്ടിംഗ് ഒക്കെ താല്പര്യമുണ്ട്. മൂവീസിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, എന്താണ്? ഡാൻസ് എന്തായാലും നിർത്താനുള്ള പ്ലാൻ ഇല്ല. പഠിത്തമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ഡാൻസ് എന്തായാലും നിർത്താൻ പ്ലാൻ ഇല്ല. ഇനി അങ്ങോട്ടും ഡാൻസ് എന്തായാലും ഉണ്ടാവും. കോളേജിൽ നിന്ന് എന്തായിരുന്നു അഭിപ്രായം ഉണ്ടായിരുന്നു? കോളേജിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവരും വന്ന് കണ്ടു. ടീച്ചേഴ്സ് ആയാലും സ്റ്റാഫുകൾ എല്ലാവരും വന്ന് കൈ തന്നു. ഒരുപാട് സന്തോഷം. അതിൽ പരിചയപ്പെടാത്ത കുറേ മനുഷ്യരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അതെ, ഒരു ഒട്ടും പരിചയമില്ലാത്തവരൊക്കെ വന്നിട്ടാണ് പെട്ടെന്ന് പറയുന്ന ഒരു ഡാൻസ് കണ്ടു, നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷമായില്ലേ. എന്തായാലും ഈ 2 കുട്ടികളുടെയും ഡാൻസ് അത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രം ഇത്തരത്തിലുള്ള ഡാൻസുകളൊക്കെ ആളുകളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നും, അതും പ്രത്യേകിച്ചും കൊച്ചിയിലെ തേവരയിൽ SH കോളേജിൽ നിന്നുമുള്ള 2 വിദ്യാർത്ഥികളുടെ ഡാൻസ് ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണുള്ളത്.